രാഘവ കഴിഞ്ഞോടെ? എടാ ബാല, നിനക്കും രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ. എന്താ സാറേ, ഭാഗ്യക്കുറി വല്ലതും മുന്നിട്ടുണ്ടോ? ഭാഗ്യക്കുറിയൊന്നുമല്ല. ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരുമൊക്കെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് എന്നാലും ഞാൻ കിട്ടാവുള്ളല്ലേ? പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം. ഓ, ആരെ കാണണമെന്നാ? ആദ്യം ഫോർമാനായ എന്നെ തന്നെ കാണണം. ലിസ്റ്റ് തയ്യാറാക്കുന്നതേ ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലിസ്റ്റ് ചേർക്കൂല അല്ലേ? നീ മിണ്ടാതിരിക്കട. എത്രയോ വർഷമായിട്ട് തീയും കരിയും തിന്ന് ജീവിക്കുന്നവരാ നമ്മൾ. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. രാഘവ, ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ ഇതൊന്നും വിശ്വസിക്കരുത്. സാറേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി കയറിയവരാ. പ്രമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ കിട്ടും. ചായ എന്താണ് ബോൾമാൻ സാറ് ഇന്ന് ലെക്ചർ അടിക്കുന്നത്? എടോ, താൻ പാസ് വാങ്ങിച്ചോണ്ടാണോ ലോക്കോ ഷെഡിൽ ചായ കൊണ്ടിരുന്നത്? ഈ തീവണ്ടി ഓഫീസിൽ നമ്മുടെ ബാപ്പായും ഉപ്പുപ്പായും ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രണ്ടൻ സാഹിബിന് നമ്മുടെ ഉപ്പുപ്പ ഈ ലോക്കോ ഷെഡിൽ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാസ് നമ്മുടെ കയ്യിലുണ്ട്. എടോ, പാസ് ഉണ്ടോന്നാ ചോദിച്ചത്? ഉണ്ട് സാറേ. ഇതാ, താൻ ഓഫീസിൽ ഒന്ന് എന്നെ കാണണം. ഉത്തരവ്. മമ്മൂക്കയുടെ എന്താ ഫോർമാൻ ഇത്ര കോപം? ഓന് കെട്ടിയോളും 3, കൊച്ചുങ്ങളും പേരക്കിടാങ്ങളും കൂടെ 12 എണ്ണം ഉണ്ട്. അതിന് ചെലവിന് കൊടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കമ്മീഷൻ ചോദിക്കും, നമ്മൾ കൊടുക്കൂല. അതിന്റെ വിരോധമാ. പടച്ചോ സത്യം, നമ്മളിവിടെ വരുന്നത് കാശുണ്ടാക്കാനല്ല, ഇങ്ങനെ എനിക്ക് ചങ്ങായിമാരെ കാണാൻ വേണ്ടിയാ. നമുക്ക് ഇയാള് മേലെ മമ്മൂക്ക ശല്യം ചെയ്യാനുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പൊ ഓഫീസിലില്ലേ? എവിടെ പോയി? അദ്ദേഹത്തിന്റെ മകൾ ഡെയ്സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരിക. അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. യാത്രയൊക്കെ എങ്ങനെ? സുഖമായിരുന്നു ഡാഡി. എക്സാമിനേഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. വെരി ഗുഡ്. അങ്ങനെ നിന്റെ പഠിത്തം തോന്നി. ഇനി അടുത്ത കാര്യം നോക്കണം. ബാലൻ വന്നില്ലേ ഡാഡി? അവനിന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ? ഇപ്പൊ വീട്ടിലെത്തിക്കാണ്. ഡേസി, നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത്. അവൻ നിന്നെ പോലെ വലുതായില്ലേ. അയ്യോ, എന്റെ സൂട്ട് കേസ് ഡാഡി അതാ കൊണ്ടുപോകുന്നു. അവനെ പിടിക്കൂ. എന്താ സാറേ? ഇവൻ ഞങ്ങളുടെ പെട്ടി എടുത്തോണ്ട് പോകുന്നു. വാട്ട്? നിങ്ങളുടെ പെട്ടിയോ? അയ്യോ, ഇത് ഈ സാറിന്റെ പെട്ടിയാ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. നിന്റെ പെട്ടിയാണ്. അയ്യോ ക്ഷമിക്കണം സാറേ, എന്റെ പെട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഈ സാറിന്റെ പെട്ടി അല്ലേ? എന്നതായിരിക്കുന്നു സാറേ, ഇവന്മാര് ട്രെയിനിലെ സ്ഥിരം മോഷണക്കാരാ. ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ, ഇവന്റെ പേര് കരിയാപ്പല. Come on. കത്രീന, കത്രീന അമ്മച്ചി. മോളെ, മോളെ, എത്ര നാളായി മോളെ കണ്ടിട്ട്. ഡാഡി, കത്രീന അമ്മച്ചി കിളവിയായി പോയല്ലോ. ഞാൻ അവളോട് പറഞ്ഞതാ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം. പക്ഷെ അവൾ കേൾക്കണ്ടേ? മോളെ, തങ്കശ്ശേരിന്ന് മോടെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി മരിച്ച ശേഷം കത്രീനയാണ് നിന്നെ വളർത്തിയത്. സായിപ്പേ, എനിക്കിനി 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. മോളെ, വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. വാ.
ബാലേട്ടാ, എന്താ ബാലേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കുറെ നാളിന് ശേഷമല്ലേ ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ്. ചേട്ടൻ സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തിന്റെ 4 ഡ്രസ്സുകൾ തേക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് ഡെയ്സി. പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ? ആ, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ. എന്നാലേ ചേട്ടനെ വലുതായി കാണത്തക്കവണ്ണം ഡാഡിക്ക് ഒരു ഭൂതക്കണ്ണാടി വാങ്ങിക്കൊടുക്കണം. ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതില്ലേ എന്റെ ജീവിതം. പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. അയ്യോ, തുണി കരിയുന്നു. ഈശ്വരാ, ചതിച്ചോ? പോട്ട്, സാരമില്ല. ആരും അറിയണ്ട, മടക്കി അങ്ങ് വെച്ചേക്കാം. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ? സീനിയോറിറ്റി അനുസരിച്ച് ബാലിന്റെയും രാഘവന്റെയും പേരിൽ ഈ ലിസ്റ്റിൽ ആദ്യം വരേണ്ടത്. എന്നിട്ട് അവരെന്തോണ്ട് വിട്ടുകളഞ്ഞു? വരികടത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സർ. പകരം ഞാൻ ആ പേര് ആദ്യം ചേർത്തു. നോ, ഏത് വലിയവന്റെ ശുപാർശ ഉണ്ടായിരുന്നാലും ശരി, അർഹതയുള്ളവരെ നിയമിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്പമൊക്കെ നമ്മൾ വളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും സർ. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ നട്ടല് വളയ്ക്കാൻ ഡാനിയലിനെ കിട്ടില്ല. അന്ന് എന്റെ ജോലി ഞാൻ വേണ്ടത് വെക്കും. ഞാൻ പറയുന്നത് നോ, ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വൈസ്. അർഹത അനുസരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവരും. രാഘവനിപ്പോ നിലമ്പൂര് പോകാനുള്ള അത്യാവശ്യം എന്താണ്? എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചയായി മമ്മുക്ക. ആ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, കൂടെ കൂടെ തന്തേനെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമിക്കും. കുട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? 4 വയസ്സായി. ഒരു ബന്ധു വീട്ടിലെ ഏൽപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സായെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വല്ല എഴുത്ത് പള്ളിക്കൂടത്തിലും ആക്കായിരുന്നു. എന്താടാ നീ എന്നോട് പറയാൻ ലീവ് എടുത്തത്? ഇതെന്ത് ചോദ്യമാണപ്പാ? അവനവന്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള പൂതി ആർക്കും ഉണ്ടാവില്ലേ? നോക്കി, ഞമ്മൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലേ. ഒരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം ഞമ്മക്കുണ്ടായില്ല. മമ്മൂക്ക കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തിരിക്കും. നമ്മൾ അത് ചെയ്തിട്ടില്ല. കൊച്ചിലെ മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തു പറ്റി? ചൈനവയുടെ പാത്രത്തില് ഒരു കേടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചായപാത്രത്തിലായിരുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കാൻ ഒക്കുമായിരുന്നു. ഇത് വെട്ടി ഒട്ടിക്കാൻ ഒക്കൂ? എന്നാടാ നീ ചോദിച്ച രൂപ, ഞാൻ വീട്ടിലേക്ക് പോകാം. അടച്ചോനെ, എഞ്ചിനീയർമാരുടെ മോള് വീട്ടിലുള്ളതുകൊണ്ട് ഇനി ബാലിനെ പുറത്തേക്ക് കിട്ടൂല. എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കും. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ കൂട്ടിനകത്ത് പിടിച്ച് അടയ്ക്കും. അപ്പൊ ഞാൻ വരട്ടെ മമ്മുക്ക. കോഫി. പ്ലീസ്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്നാ ഇതൊക്കെ ചെയ്തത്. ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ? തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ? ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും പറയണ്ട. കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്ക്. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്.